സോ ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ഞാൻ മുന്നെയൊക്കെ ഞാൻ ഈ 1% തിയറിയൊക്കെ പറ്റി ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ മെമ്പേഴ്സിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല. കാരണം അത് പഴയ ക്ലാസ് ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, 1% തിയറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിപ്പോൾ 1% വേണ്ട, നമുക്ക് 0.5%. 0.5 എന്ന് പറയുമ്പോൾ പെർ ഡേ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ പെർ ഡേ നിങ്ങളുടെ ടാർഗറ്റ് ഒരു 0.5% നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ, അതായത് നിങ്ങൾ ഏതെങ്കിലും സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ക്യാപിറ്റൽ അല്ല, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 0.5% ഒരു ദിവസം നിങ്ങൾ സമ്പാദിക്കുകയാണെങ്കിൽ ഓൺ എ കോൺസ്റ്റന്റ് ബേസിസ്, ഇതൊക്കെ വെറും ഒരു വാല്യൂ നമ്മൾ അക്കൗണ്ടിങ് ഫോർമാറ്റിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിൻ്റേതായിട്ടുള്ള ഡീവിയേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരും. എത്ര തന്നെ വന്നാലും ഡീവിയേഷൻസ് കൊടുത്താലും ഫിൽട്ടർ ചെയ്തു 1% പോസിബിൾ ആണോ എന്ന് ആലോചിച്ചു. അതായത് ഒരു മാസം ട്രേഡ്, വെദർ ഈക്വിറ്റി, ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ട്രേഡിങ്ങിന് നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്നും എല്ലാ മാസവും കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പെർ ഡേ 1% എന്ന് പറയുമ്പോൾ പെർ മന്ത് 20%, 20 വർക്കിംഗ് ഡേയ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20%. പക്ഷെ അത് ചില സമയത്ത് അത് ഇംപ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ഫീൽ ചെയ്ത്. നല്ല രീതിക്ക് ഇംപ്രാക്ടിക്കൽ വരാം. ചില മാസങ്ങളിൽ ഡൗൺ പോകാം, ചില മാസങ്ങളിൽ അപ്സൈഡ് പോകാം. അപ്പോൾ ഒരു മാസം 20% എന്ന് പറയുമ്പോൾ പെർ ആനം അത് 240%-ലേക്ക് പോകും. സോ അത് അത്ര പ്രാക്ടിക്കൽ അല്ല എന്നുള്ളത് കൊണ്ട് പെർ ഡേ ഒരു എന്താ പറയുക, അത് 0.5%, പെർ ഡേ 0.5%, അല്ലെങ്കിൽ പെർ ഡേ 0.25%. ചുരുക്കി പറഞ്ഞാൽ 0.5% എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റൽ 5 lakhs ആണ് നിങ്ങളുടെ ക്യാപിറ്റൽ എങ്കിൽ, നല്ല ശ്രദ്ധിക്കുക, നിങ്ങളുടെ ക്യാപിറ്റൽ 5 lakhs ആണ്. 5 lakhs ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് ഒരു ദിവസത്തെ, എല്ലാ ദിവസവും നിങ്ങൾ 0.5% എടുക്കണം, ക്ലോസ് ചെയ്യണം എന്ന് അർത്ഥമല്ല. ആവറേജ് 0.5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർക്കിംഗ് ഡേയ്സ് ഉണ്ടെങ്കിൽ മാസം 10%. മാസം 10% പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഈക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ മാത്രം ക്ലിയർ ആയിട്ട് പോയാൽ 100%, 150% പോസിബിൾ ആണ്. 150% പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്നല്ല, ഈ പറയുന്ന 10% പ്രോഫിറ്റ്, 10% നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 10 എന്ന് പറയുന്നത് കുറവ്, അതായത് നമ്മൾ നാളത്തേക്ക്, ഫ്യൂച്ചറിലേക്ക് അതിനെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാകത്തിന് 10%. പോയിട്ട് അഡീഷണൽ കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്യാനും സാധിക്കും. ചില മാസങ്ങളിൽ സാധിച്ചില്ലെന്ന് വരും, ചില മാസങ്ങളിൽ കൂടുതൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിയുമ്പോൾ 0.5%-ലാണ് നിങ്ങളിത് ട്രേഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാണ്? അതായത് നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാ? 5 ലക്ഷം. 5 ലക്ഷത്തിനെ നിങ്ങൾ ഒരു ദിവസം 0.5%, അതും കൂടെ പറയാം. 5 ലക്ഷത്തിൻ്റെ 0.5% എത്രയാണ്? 1% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ലക്ഷത്തിൻ്റെ 1%, 5000 രൂപയേ ഉള്ളൂ. എത്രയാ? 5000 റുപ്പീസ്. അതിൻ്റെ 0.5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2500 റുപ്യേ ഉള്ളൂ, അല്ലേ? അപ്പം 5 ലക്ഷം രൂപ കയ്യിലുള്ള ഒരു ക്യാപിറ്റൽ ഉള്ള ഒരാൾക്ക് ആവറേജ്, ഇന്ന് ചിലപ്പോൾ ഒരു ട്രേഡും എടുത്തില്ല എന്ന് വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ നിങ്ങൾ ഹോൾഡ് ചെയ്തെന്ന് വരാം. അപ്പോൾ ഒരു ദിവസം 2500, അപ്പോൾ ഒരു മാസത്തേക്ക് നിങ്ങളുടെ ടാർഗറ്റ് 50,000 രൂപ. അപ്പോൾ ആദ്യത്തെ മാസം നിങ്ങൾക്ക് 5 ലക്ഷം ആണെങ്കിൽ അടുത്ത മാസത്തെ നിങ്ങളുടെ ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയായിരിക്കണം? 5,50,000 ആയിരിക്കണം. അത് ആ മാസം അവസാനിക്കുമ്പോൾ 5,50,000-ന്റെ 0.5%. നല്ല ശ്രദ്ധിക്കുക, അത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞുതരാം. 5,50,000-ന്റെ എത്ര പെർസെൻറ്റേജ്? ഒരു മന്ത്ലി 20 days 10% ഇൻറ്റു 10/100 സമം പ്ലസ് 5,50,000. രണ്ടാം മാസം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയായിരിക്കണം? 6,05,000 ആയിരിക്കണം. അങ്ങനെ ഓരോ മാസത്തിൻ്റെയും കോമ്പൗണ്ടിങ് ആയിട്ട് നിങ്ങൾ പോയാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും. പോയാലെന്നല്ല, ഈസി ആയിട്ട് നിങ്ങൾക്ക് വിത്തൗട്ട് വലിയ റിസ്ക് ഇല്ലാതെ നിങ്ങൾ സൂക്ഷിച്ച് മാനേജ് ചെയ്താൽ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ ചെയ്താൽ അവസാനത്തെ 5-ാമത്തെ വർഷം എത്തുമ്പോൾ
അഞ്ചാമത്തെ വർഷം എന്ന് വെച്ചാൽ 60ാമത്തെ മാസം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുന്ന എമൗണ്ട് 33 കോടി രൂപ സമ്പാദിക്കും. 33 ക്രോഴ്സ്. 5 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങൾ 33 കോടി രൂപ ഈ പറയുന്ന പ്രോസസ്സ്, അത് ബേസ്ഡ് ഓൺ നമ്മളിപ്പോൾ കണ്ടീഷൻ സപ്ലൈ എന്ന് പറഞ്ഞതുപോലെ അതേ ഫോർമാറ്റ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ 33 കോടി സമ്പാദിക്കാം. പക്ഷെ അപ്പോൾ ആ കണ്ടീഷൻസ് ഫോളോ ചെയ്യാതെ ഏറ്റക്കുറച്ചിലുകൾക്കൊക്കെ വിധേയമായി കുറച്ച് ഈ പറയുന്ന 0.5 അല്ലെ 0.5% എന്നുള്ളത് ഓരോ ദിവസവും കിട്ടാതെ വരികയൊക്കെ വരുന്ന പല സാഹചര്യങ്ങളെയും നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാന്യമായ രീതിയിൽ റീസണബിൾ ആയിട്ട് നമ്മൾ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്ത് പോയാൽ അതിൻ്റെ ഡീവിയേഷൻ എടുക്ക്. 33 കോടിയുടെ ഡിവൈഡഡ് ബൈ 4, 33 ഡിവൈഡഡ് ബൈ 4 നോക്കൂ എത്രയായി? 7.5 കോടി രൂപ. 7.5 കോടി രൂപ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 33 ക്രോഴ്സ് കിട്ടാൻ സാധ്യത ഉള്ളതിനെ നമ്മൾ വീണ്ടും എത്രയായിട്ട് ഡിവൈഡ് ചെയ്തു? അതിൻ്റെ 4ൽ 1 പങ്ക്. 4ൽ 1 പങ്ക് എടുത്താൽ പോലും എത്ര കിട്ടും? 7.5 കോടി രൂപ കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഡീവിയേഷൻസ് നമ്മൾ കൊടുത്താൽ പോലും വെരി ഈസി ആയിട്ട് അച്ചീവബിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഗറാണ് 0.5% ടാർഗറ്റ് എന്ന് നമ്മൾ ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോയാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പിന്നെ എന്താ പറയുക, തോന്നിവാസങ്ങൾ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ കൃത്യമായിട്ടും ഡിസിപ്ലിൻഡ് ആയിട്ടും ഈ പറഞ്ഞ കാര്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ, ട്രേഡിംഗ്, എന്തിനാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്, എത്ര പേര് അതിനെ പറ്റി ആലോചിക്കുന്നു, വാട്ട് ഈസ് യുവർ ഗോൾ, ലക്ഷ്യം എന്താണ്? ഒരു ട്രേഡിംഗ് ചെയ്യുന്ന, ഞാൻ ട്രേഡ് ചെയ്യുന്നു, എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാനിരിക്കുന്നു, നിങ്ങളുടെ ലക്ഷ്യം അന്നന്നേക്ക് ഇതാ വരുന്നു, ഇതാ ഇത്രയും രൂപ എടുത്തു, ഇത് അല്ലെങ്കിൽ ഇത്രയും രൂപ നഷ്ടപ്പെട്ടു, ഇതാ പോയി കരയുക, പിറ്റേ ദിവസം കുറേ കാശ് എടുക്കുക, കുറച്ച് കാശ് കിട്ടി സന്തോഷിക്കുക, ഇതാണോ നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാൻ എന്നുള്ളത് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആദ്യം പരിശോധിക്കുക. ഞാൻ ഈ പറഞ്ഞ പ്രകാരം നിങ്ങൾ പല രീതിയിലും സ്വന്തമായിട്ടിരുന്ന് വർക്കൗട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ ക്യാപിറ്റൽ, നമുക്ക് 5 ലക്ഷമാണ് നമ്മുടെ ക്യാപിറ്റൽ എങ്കിൽ 0.5% നമ്മളുടെ പെർ ഡേ ടാർഗറ്റ് എങ്കിൽ അത് കൃത്യമായിട്ടും ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഓൺ ആൻ അക്കൗണ്ടിങ് ബേസിസ് അല്ലെങ്കിൽ ലിറ്റററി പേപ്പറിൽ എഴുതി കൂട്ടുന്ന രീതിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 33 കോടിയാണെങ്കിൽ അപ്പം നിങ്ങൾ എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ചോദിക്കാം, പേപ്പറിൽ എഴുതി കൂട്ടിയത് കൊണ്ടല്ലേ, അത് ആർക്ക് വേണേലും കൂട്ടാം. എന്നാൽ പോട്ടെ, ശരി, ഞാൻ അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഡീവിയേഷൻസ് ഉണ്ടാവാം, പലതരത്തിലുള്ള നമ്മൾ കോംപ്രമൈസിങ്ങിന് വിധേയപ്പെടാം, പലതരത്തിൽ നമുക്ക് അച്ചീവ്. എന്നാൽ പോലും നമുക്ക് അതിൻ്റെ 4ൽ 1 അംശം എടുത്തോ, 4ൽ 1 അംശത്തിൻ്റെ 7.5 കോടിയുടെ അതിൻ്റെയും പകുതി എടുത്തോ, 50%. 5 കൊല്ലം കൊണ്ട് 5 ലക്ഷത്തിൻ്റെ സർവ്വസാധാരണമായിട്ടും അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ് അക്കൗണ്ടിങ് പ്രോസസ്സിലൂടെ 33 കോടി. ശരി, അത് വേണ്ട, അതിൻ്റെ 4ൽ 1 അംശം എടുത്തോ, 7.5 കോടി, അതിൻ്റെയും 50% എടുത്തോ, 50 അല്ല, അതിൽ നിന്നും താഴ്ത്തി 3 കോടി രൂപ. നിങ്ങൾ ഇപ്പോൾ ഒരു മാസം നിങ്ങൾക്ക് 5 ലക്ഷം ശമ്പളം പോട്ടെ, 5 കിട്ടുന്നവർ എത്ര പേരുണ്ട്? വളരെ. ഒരു മാസം 1 ലക്ഷം രൂപ ശമ്പളം കിട്ടിയാൽ അത് നല്ല ശമ്പളമാണെന്ന് ഇമാജിൻ ചെയ്യുന്നവരുണ്ടാവും അല്ലേ? 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെന്ന് ഇമാജിൻ ചെയ്യൂ. ഒരു മാസം 2 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയിലേക്ക് കയറി പറ്റാൻ നിങ്ങൾക്ക് എത്രമാത്രം എഫേർട്ട് ഉണ്ടായിരിക്കും? ഇപ്പോൾ നമ്മുടെ ഇതിലിരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും ഇപ്പോൾ എത്ര 250 പേര് കണ്ടുകൊണ്ടിരിക്കുന്നു വെച്ചോളൂ. ഈ 250 പേർക്ക് ഒരു മാസം നമുക്ക് ഓവറോൾ നിങ്ങളുടെ ആവറേജ് സാലറി, നമുക്ക് മൊത്തം, ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ മൊത്തം സാലറി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ എത്ര വരും എന്നറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ, ഈവൻ എത്ര എക്സാജറേറ്റ് ചെയ്ത് ചെയ്താൽ പോലും ആവറേജ് എന്ന് പറയുന്നത് ഒരു 25,000 രൂപ പോലും വരത്തില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ലക്ഷമാക്കാം. നമുക്ക് 25,000 വേണ്ട, നമുക്കതിനെ 1 ലക്ഷത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. 1 ലക്ഷം സാലറി നമുക്ക് കിട്ടുന്ന ഒരാളാണെങ്കിൽ പോലും 5 കൊല്ലം കൊണ്ട് അയാൾക്ക് എത്ര കിട്ടും നോക്കൂ? 1 lakh into 60, 1 lakh into 60 months, 5 മാസം, 5 വർഷം എന്ന് പറയുമ്പോൾ 60 മാസം, അയാൾക്ക് എത്ര കിട്ടും? 60 ലക്ഷം. പോട്ടെ, ഈ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇനി ഇൻക്രിമെൻറ്റ്സ് ഉണ്ടാവാം,
1 ലക്ഷം എന്തായാലും ഓരോ വർഷം അതിൻ്റെ നേരെ 100% ഒന്നും കൂടത്തില്ലല്ലോ. 1 ലക്ഷത്തിന് അടുത്ത വർഷം എത്തുമ്പോൾ അയാൾക്ക് സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവാം, ചിലപ്പോൾ അതിൽ 10,000 റുപ്പീസ് കൂടുതലുണ്ടാവാം, ചിലപ്പോൾ 25,000 കൂടുതലുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ പോലും അവസാനത്തെ മാസം അയാൾക്ക് 2 ലക്ഷം രൂപ സാലറി ആയിട്ട് വന്നു, 5-ാമത്തെ വർഷം ആയപ്പോൾ അയാൾക്ക് 1-ൽ നിന്ന് 2-ലേക്ക് പോയി എന്ന് വെച്ചോളൂ. എങ്ങനെയൊക്കെ നിങ്ങൾ തല കുത്തി മറിഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഓവറോൾ 5 കൊല്ലം കൊണ്ട് ഒരു മാസം 1 ലക്ഷം രൂപ സമ്പാദിക്കുന്നവന്റെ ഓവറോൾ കപ്പാസിറ്റി എത്ര എന്ന് പറയും? അറ്റ് ദി മാക്സിമം ഹി ക്യാൻ ഏൺ ഒരു 2 crores ഉണ്ടാക്കാം, അറ്റ് ദി മാക്സിമം. ഇപ്പൊ 60 ലക്ഷമാണ്. 60 ലക്ഷത്തിൽ നിന്നും അത് 2 കോടി ആക്കണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുമോ? കൈക്കൂലിയൊക്കെ വാങ്ങിച്ചാൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പോലും 2 കോടി രൂപ ഉണ്ടാക്കാം. പക്ഷെ ഇതേ 5 ലക്ഷം രൂപ നിങ്ങൾ വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ഹൗസ് വൈഫ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രൊഫഷണൽ, നിങ്ങൾ ജോലിക്ക് പോകുന്ന പ്രൊഫഷണൽ ആയിക്കോട്ടെ, ഹൗസ് വൈഫ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് ജോലിയിലിരിക്കുന്നവരായിക്കോട്ടെ, ഏത് തൊഴിലും ആയിക്കോട്ടെ, 5 ലക്ഷം രൂപ നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങൾ സാധാരണമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ട്രേഡ് എടുക്കുന്നു, അതിൽ മാന്യമായിട്ടുള്ള പ്രോഫിറ്റ്. ഒരു മാസം നമുക്ക് ഓവറോൾ എത്രയാണ്? 10% നമ്മളുടെ എക്സ്പെക്റ്റേഷൻ. നമ്മൾ ടാർഗറ്റ് വെക്കേണ്ടത് 10%. നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ആ 10% പോയിട്ട് നമ്മൾ ഈ പറഞ്ഞ അത് 10% നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 33 കോടി രൂപ. അതിൻ്റെ 33 കോടിയിൽ അതിൻ്റെ 10%ത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. 33 കോടി രൂപ ആസ്തി ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ അതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ 3 കോടി രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനപ്പോൾ എത്രമാത്രം കോംപ്രമൈസ് ഇവിടെ ചെയ്യാൻ പറ്റും? എത്ര കോംപ്രമൈസ് ചെയ്താൽ അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് അപ്പോൾ ഒരു മാസം നിങ്ങൾ 5 ലക്ഷത്തിന് 50,000 രൂപയാണ് 10% എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു മാസം ഈ 50,000 ഉണ്ടാക്കാതെ പകരം നിങ്ങളൊരു മാസം 20,000 ഉണ്ടാക്കാനോ അല്ലെങ്കിൽ 10,000 രൂപ ഉണ്ടാക്കിയാൽ പോലും അതിൻ്റെ കോമ്പൗണ്ടിങ് ആയിട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന 3 crores എന്ന് പറയുന്നത് വെരി സിമ്പിളായിട്ട് നേടാൻ പറ്റും. പക്ഷേ അതിന് ഡിസിപ്ലിൻ വേണമെന്ന് പറയാൻ കാരണം എന്താണ്? ഡിസിപ്ലിനും പേഷ്യൻസും, ഈ 2 ഘടകമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഘടകം. ഈ പേഷ്യൻസും ഡിസിപ്ലിനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളെ മറികടക്കാൻ പറ്റുമെന്നറിയാമോ? ഒരു സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ട് അതിനെ ഒരു മാസത്തെ പെർസെൻറ്റേജ് ആണ് ഞാൻ ഈ പറയുന്നത്. 10%, 5%, നിങ്ങൾ 3% ഒരു മാസം കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ തന്നെ ഏറ്റവും ലളിതമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 3% നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ഈ 3 കോടിക്ക് പുറത്ത് പോകും നിങ്ങൾക്ക്. അങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ അത്രയും സിംപ്ലസ്റ്റ് ഫോം ഓഫ്. പക്ഷെ അതിന് എന്ത് വേണം? നിങ്ങൾ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം. ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ ഫുൾ ഒരു പൈസയും കിട്ടാതെ താഴ്പോട്ട് പോയാലും 6 മാസത്തെ, അപ്പോൾ ഒരു മാസം 5% എന്ന് വെച്ചോളൂ. 5% നമുക്ക് ഒരു മാസത്തെ ടാർഗറ്റ്. അപ്പോൾ ഒരു 6 മാസത്തിൽ നമുക്ക് എത്ര ശതമാനമായി? കോമ്പൗണ്ടിങ്ങിൽ പോകണം. അത് ശരിയാണ്, കോമ്പൗണ്ടിങ്ങിൽ പോകണം. 6 മാസത്തേക്ക് 5×6 = 30 പ്ലസ് ആ പോയ മാസങ്ങളുടെയൊക്കെ അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ഒരു 50%-നുള്ളിൽ, ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾ 50% എത്തിയാൽ മതി. ഒരു പർട്ടിക്കുലർ ക്യാപിറ്റലിൻ്റെ, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ആവറേജ് 6%-നുള്ളിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര എത്തിയാൽ മതി? നിങ്ങൾക്ക് ഒരു 50% എത്തിയാൽ മതി അപ്രോക്സിമേറ്റ്ലി.